എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ഉള്ളി തീയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നാളികേരം വറക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ബൗൾ, അതായത് ഒരു അരമുറി നാളികേരത്തിൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ചെറുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരേ ലെവലിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരേപോലെ ആയിരിക്കും നമ്മുടെ നാളികേരം മുരിഞ്ഞ് കിട്ടുക. അപ്പോൾ നമുക്കൊരു ഫ്രൈങ് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ നാളികേരം അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരം വറുത്തെടുത്താൽ മതിയാവും. അപ്പോഴേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബ്രൗൺ കളറേക്ക് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കാത്തതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് കളറിലും പിന്നെ ഇടയ്ക്ക്, അതായത് ചെറുതൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട്, വലിയ പീസ് വന്നതിലാണ് മുരിയാതെ കിടക്കുന്നത്. നമുക്കതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇടാം. അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അപ്പോൾ തന്നെ ഓഫ് ചെയ്തെടുക്കാം. ആ ഒരു ചെറിയ ചൂടിൽ ആയാൽ മതിയാകും ഈ പൊടികൾ. 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഫയർ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് ഉള്ളി വേവിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിവിടെ മൺചട്ടിയിലാണ് ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3-4 കഷ്ണം മുളക് ചെറുതായി പൊട്ടിച്ചത് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു 20ഓളം കുഞ്ഞുള്ളി തോല് കളഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മുഴുവനോടെ ചേർത്ത ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 5 കഷ്ണം ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ കുഞ്ഞുള്ളി നമ്മൾ ചേർത്ത് കൊടുത്തതൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അധികം നേരം നമുക്ക് വാട്ടേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വേവിക്കുന്നതിന് മുന്നേ വെള്ളം ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് നേരത്തെ ചൂടാറാനായി മാറ്റി വെച്ച നാളികേരം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നമുക്ക് നേരത്തെ മാറ്റി വെച്ച് നാളികേരം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പം നാളികേരം അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിത്തീയലിൻ്റേതായിട്ടുള്ള ഒരു കളറ് നാളികേരത്തിന് കിട്ടില്ല. അപ്പോൾ ഒരല്പം വെള്ളം മാത്രം അരയാൻ ആവശ്യത്തിന് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അത്രയും അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം കുറച്ച് ആദ്യം ചേർത്തതിന് ശേഷം വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ ഉള്ളിത്തീയലയിലേക്ക് കുറച്ച് പുളി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിന് വാളംപുളി അല്ലെങ്കിൽ കോൽപ്പുളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളത്തിൽ ഒഴിച്ചിടാം. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ഉള്ളി മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ല പോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും വേവിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ അരപ്പ് ചേർക്കുന്നതിന് മുന്നേ നേരത്തെ വെള്ളം ഒഴിച്ചിട്ട കോൽപ്പുളി ഉണ്ടല്ലോ, അത് നല്ലതുപോലെ പിഴിഞ്ഞ് അരിച്ച ആ വെള്ളം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നാളികേരത്തിൻ്റെ ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിത്തീയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അരപ്പ് നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ നാളികേരത്തിൻ്റെ ആ ഒരു ചെറിയ മണം, ആ ഒരു കുത്തുമണം ഒന്ന് മാറിയാൽ മതി. അപ്പോൾ അധികം നേരം ഒന്നും തിളയ്ക്കേണ്ട, കാരണം നാളികേരം നമ്മൾ ഓൾറെഡി വറുത്തതാണല്ലോ. അപ്പോൾ ഒരുപാട് നേരം തിളപ്പിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒരു കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തീയൽ റെഡിയാവും. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഈ ഉള്ളിത്തീയൽ എന്ന് പറയുന്നത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിക്കും നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ നമുക്ക് സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നമുക്കൊരു എക്സ്ട്രാ വിഭവമായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കാരണം അധികം നേരമൊന്നും വേണ്ടല്ലോ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ചിട്ട് തുറന്ന് നോക്കാം.
അപ്പോൾ 2 മിനിറ്റ് നേരം മാത്രം മതി, അധികം നേരം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാ കണ്ടില്ലേ, അപ്പോൾ അരപ്പ് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചപ്പോഴേക്കും നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അതാ ഉള്ളിയിലുള്ളതും അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ നല്ലൊരു എണ്ണമയാണ് തെളിഞ്ഞ് കാണുന്നത്. അതാണ് ഈ കറിയുടെ സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളിത്തീയലിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കുറച്ച് നാളികേരവും ഉള്ളിയും ഉണ്ടെങ്കിൽ തന്നെ സൂപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അധികം നേരം വേണ്ടാത്തതുകൊണ്ട് തന്നെ കറിയൊന്നും ഇല്ലാത്ത ദിവസം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഈ ഉള്ളിത്തീയൽ എന്ന് പറയുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലൊന്ന് തൂവി കൊടുത്തു കഴിഞ്ഞാൽ കറി സെറ്റായി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് ടേസ്റ്റി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.